ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ ഇന്നൊരു മരിയൻ വാലി ട്രിപ്പ് കണ്ടാലോ? ദൂരം ഒരിക്കലും ഒരു വിശ്വാസത്തിന് തടസ്സമല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു ദിവസമായിരുന്നു ഇന്ന്. മരിയൻ വാലിയിലേക്കുള്ള ഈ യാത്ര എനിക്കൊരു സാധാരണ യാത്രയല്ലായിരുന്നു, ഒരു ആത്മീയ അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ആദ്യം വിശുദ്ധ ഫിലോമിനയുടെ സന്നിധിയിലെത്തി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് തുടർന്ന് ചാപ്പലിൽ പോയി മെഴുകുതിരിയെല്ലാം കത്തിച്ച് എൻ്റെ പ്രാർത്ഥനകൾ യേശുവിൻ്റെയും അമ്മയുടെയും പാദത്തിൽ സമർപ്പിച്ചു. അതിനുശേഷം ഓരോ ഗ്രോട്ടോകളും സന്ദർശിക്കാൻ തുടങ്ങി. ആദ്യം ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ഗ്രോട്ടോ തന്നെയായിരുന്നു കേട്ടോ അത്. അവിടെ നിന്ന് പിന്നെ ഞാൻ എത്തിയത് വിശുദ്ധ തെരേസയുടെ സന്നിധിയിലായിരുന്നു. അവിടെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതകളും സമാധാനവും വിശുദ്ധിയും എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. നിരവധി ഗ്രോട്ടോകളും പല പല രാജ്യത്തിൻ്റെയും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വികാരനിർഭരമായൊരു നിമിഷം വേളാങ്കണ്ണി മാതാവിൻ്റെ സന്നിധിയിലെത്തിയപ്പോഴായിരുന്നു. കാരണം ഞാൻ കേരളത്തിലായിരുന്നപ്പോൾ എല്ലാ വർഷവും വേളാങ്കണ്ണിയിൽ പോകുമായിരുന്നു. എന്നാൽ ഇന്ന് ഓസ്ട്രേലിയയിൽ വെച്ച് വീണ്ടും അമ്മയുടെ അനുഗ്രഹം സ്വീകരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. തുടർന്ന് ഫാത്തിമ മാതാവിൻ്റെ കണ്ടു, അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. നല്ലൊരു ആത്മീയ അനുഭവം എനിക്ക് ഇവിടെയും ലഭിക്കുകയുണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഫാത്തിമ മാതാവിൻ്റെ അടുത്ത് പോയിട്ടില്ല. പിന്നീട് അവർ ലേഡി ഓഫ് സ്റ്റാർ, അതായത് സ്റ്റാർ ഓഫ് സീ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഫിലിപ്പീനോ ഷൈനെ സന്ദർശിച്ചു. പിന്നെ പോകുന്ന വഴികളിലെല്ലാം നിരവധി കാങ്കറൂസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു 3-4 കാങ്കറൂസിനെ കാണാനായിട്ട് പറ്റിയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ മദർ തെരേസേനെയാണ് സന്ദർശിച്ചത്. എനിക്ക് നല്ലൊരു ഒറിജിനാലിറ്റി തോന്നുന്നൊരു രൂപം തന്നെയായിരുന്നു കേട്ടോ അത്. കൈകളും നല്ല രീതിയിൽ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും നോക്കുമ്പോൾ തോന്നുന്നില്ല അതൊരു നല്ലൊരു ഒറിജിനൽ രൂപമായിട്ട്? പിന്നെ അത് മെയിൻ റീസൺ ഞാനിവിടെ വരാനുള്ളത് മെയിനായിട്ട് നമ്മുടെ കൃപാസനം അമ്മയാണ് കേട്ടോ. എൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു നിമിഷം തന്നെയായിരുന്നു അത്. മെയ് 18-നാണ് നമ്മുടെ ഡയറക്ടർ ജോസഫ് അച്ഛൻ ഇവിടെ കൃപാസന അമ്മയുടെ ഗ്രോട്ടോ വെഞ്ചരിച്ചത്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് കൂടുതൽ ടൈം അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. നല്ല ശാന്തമായൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. പലപ്പോഴും കൃപാസനം കലവൂർ പോകുമ്പോൾ അതെനിക്ക് സാധിക്കാറില്ല, നല്ല തിരക്ക് കാരണം. പക്ഷേ ഇവിടെ ഒരു നല്ലൊരു നിമിഷം തന്നെ എനിക്ക് ഇവിടെ കിട്ടുകയുണ്ടായി. എങ്ങനെ വിവരിക്കണം എന്നെനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. പക്ഷെ അവസാനമായി അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് ചെറിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അവിടെയുള്ള എല്ലാ വിശുദ്ധരുടെയും അമ്മയുടെയും അനുഗ്രഹമാണ് ആ മഴയെന്നാണ്.